നമസ്കാരം, എല്ലാവർക്കും റിഥം ആൻഡ് റിഫ്ലക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, വീണ്ടും ഒരു വിഷു വന്നെത്തി അല്ലേ. ഐശ്വര്യത്തിൻ്റെ, സമ്പത്തിൻ്റെ, സമൃദ്ധിയുടെ ഒക്കെ ഒരു പുതിയ സുവർണകാലത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് രാവും പകലുമൊക്കെ ആഘോഷങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള കമ്പിത്തിരി ഫയർ വർക്ക്സുകളൊക്കെ കത്തിച്ചുകൊണ്ട് മലയാളികൾ വിഷുവിനെ രാവും പകലും തലേദിവസം രാത്രിയും അതേപോലെ വെളുപ്പിനും നമ്മൾ ഒരുപാട് ആഘോഷിക്കുന്നുണ്ട്. ഈ ദിവസം ഒരുപാട് പ്രത്യേകിച്ച് ഈ സമ്മർ വെക്കേഷന് കുട്ടികൾക്കും എനിക്കൊക്കെ ഒരുപാട് നല്ല ഗാർഹികമായിട്ടുള്ള ഓർമ്മകൾ സമ്മാനിച്ചിട്ടുള്ള ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാർഷിക വിളവെടുപ്പിൻ്റെ ഒക്കെ ഒരു മഹോത്സവമായിട്ട് കണക്കാക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഭാരതീയ ഇതിഹാസ പുരാണങ്ങളിലെ പല സന്ദർഭങ്ങളെയും കണക്ട് ചെയ്തുകൊണ്ടും ഈ വിഷുവിനെ നമ്മൾ കൊണ്ടാടാറുണ്ട്, ആഘോഷിക്കാറുണ്ട്. അതിലേറ്റവും പ്രശസ്തമായിട്ട് എപ്പോഴും നിലനിൽക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ. വിഷു കണി എന്ന് പറയുന്നത് സത്യത്തിൽ കണി കാണുക എന്ന് പറയുന്നത് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള, ഏറ്റവും നല്ല രീതിയിലുള്ള മനസ്സിനെ ശരിക്കും ഒന്ന് പോസിറ്റീവ് ആക്കാനുള്ള ഒരു പണ്ടാരോ കണ്ടെത്തിയ ഒരു മനോഹരമായിട്ടുള്ള മാർഗമാണ്. ഏറ്റവും മനസ്സിന് സംതൃപ്തിയും സന്തോഷവും ഒക്കെ പ്രദാനം ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ദർശിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ശരിക്കും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോയൊക്കെ വെച്ചുകൊണ്ട് അത് പല ഭാവത്തിലുള്ള, ചിലവർ കൊച്ചുകുട്ടിയായിട്ടുള്ള കൃഷ്ണനെ വയ്ക്കും, ചിലർ വലുതായിട്ടുള്ള, ചിലർ വലിയ ഏറ്റവും മാസായിട്ട് പുഞ്ചിരി തൂകി ആ മഹാഭാരതത്തിലൊക്കെ ഭക്തവത്സലനായിട്ട് നിൽക്കുന്ന ആ ഭഗവാനെയും ചിലവർ ഇത് ചെയ്യാറുണ്ട്. എന്തായാലും ശ്രീകൃഷ്ണൻ ഇതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളായിട്ട് മാറിയിരിക്കുകയാണ് വിഷു. അതേപോലെ ബംഗാൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും പുതുവർഷം പിറക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതും ഒരു യുഗപ്പിറവിയും അല്ലെങ്കിൽ ഒരു കൊല്ലവർഷമായിട്ട്, ഒരു കൊല്ലം തുടങ്ങുന്നതിൻ്റെ ഒരു ആഘോഷമായിട്ടും ന്യൂ ഇയർ ആയിട്ടും ഈ ഒരു ദിവസം കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ പ്രസൻസ് എല്ലാവർക്കും നമുക്കറിയാം. ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് മലയാളികളുടെ ഹൃദയത്തിൽ വിളങ്ങുന്ന ഒരു ചൈതന്യ പുരുഷനാണ്. ഗുരുവായൂരപ്പൻ്റെ വിഷുക്കണി അതൊരു ശബരിമല ക്ഷേത്രത്തിലും ഇതേപോലെ തന്നെ ഈ ദിവസങ്ങളിൽ ദർശനം കണി വയ്ക്കുന്നുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളിലും കണി ഒക്കെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ സംതൃപ്തിയും സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുന്ന നാളുകളാകട്ടെ ഈ വരുന്ന വിഷുക്കാലം എന്ന് ആശംസിക്കുകയാണ്. ഗുരുദേവ് ശ്രീ രവിശങ്കർജി എപ്പോഴും പറയാറുണ്ട്, ആഘോഷിക്കാൻ കിട്ടുന്ന ഒരു മോമെൻ്റ് പോലെ നിങ്ങൾ വെറുതെ കളയരുത്. ആഘോഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും സമൂഹത്തിനും സങ്കടം ഉണ്ടാക്കിക്കൊണ്ട് ആഘോഷിക്കാനല്ല പറയുന്നത്, മറ്റുള്ളവരെയും സമൂഹത്തിനെയും ഒരേപോലെ തന്നെ ഉത്തേജിപ്പിച്ചുകൊണ്ടുള്ള ആഘോഷങ്ങൾ, അങ്ങനെയുള്ള ആഘോഷങ്ങൾ ലോകം മുഴുവൻ വലിയൊരു പ്രതീക്ഷ നൽകുന്നതാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, കുറച്ചു കാലമായിട്ട് പലതരത്തിലുള്ള അനിശ്ചിതത്വങ്ങൾ പല സ്ഥലത്തും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അനിശ്ചിതത്വത്തിൻ്റെ കാലഘട്ടത്തിൽ പുതിയൊരു പുലരിയുടെ, ശാന്തിയുടെ, സമാധാനത്തിൻ്റെ ഒക്കെ ഒരു പൊൻപുലരി വിടരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. കൂടുതൽ നല്ല നാളുകൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു പോസിറ്റീവ് സൈനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഇത്രയധികം ദുർഘടം പഠിച്ച ജീവിതത്തിൽ. ജനിച്ച നാൾ മുതൽ കാരാഗൃഹത്തിൽ നിന്ന് അമ്മയുടെയും അച്ഛൻ്റെ അടുത്ത് നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഓരോ കാലഘട്ടത്തിൽ നിന്നും പലായനം ചെയ്ത് എവിടേക്കോ പോയിക്കൊണ്ടിരുന്ന തികച്ചും ദുരിതം പേറിയ ഒരു ജീവിതമായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റേത്. ആ ദുരിതം പേർന്ന ജീവിത കാലഘട്ടത്തിലും ഒരു നിമിഷം പോലും തളരാതെ പൂർണ്ണമായിട്ടുള്ള ഉത്സാഹത്തോടെയും പുഞ്ചിരിയോടെയും ഈ ഒരു ജീവിതം മുഴുവൻ ആഘോഷമാക്കി തീർത്ത് ലോകത്തിന് തൻ്റേതായിട്ടുള്ള ജ്ഞാനം ഉപദേശിച്ച, സ്വന്തം ജീവിതം തന്നെ സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പരമാനന്ദത്തിൻ്റെ മൂർത്തിയായി ജീവിതം മനോഹരമായിട്ട് ആഘോഷിച്ച് സ്നേഹത്തോടെ ജീവിക്കുമെന്ന് പഠിപ്പിച്ച മഹാനായ ഗുരുവിൻ്റെ ആ ഒരു ചിത്രവും കൂടി വച്ചുകൊണ്ടാണ് നമ്മൾ എപ്പോഴും കണിയൊക്കെ കാണുന്നത് അല്ലേ. അപ്പോൾ കേവലം പുറത്തു വയ്ക്കുന്ന ഈ ഒരു ദിവസം മാത്രമാകാതെ ആ ഭഗവാൻ നമുക്ക് നൽകിയ എല്ലാ സന്ദേശങ്ങളും ഉള്ളിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ധ്യാനത്തിലും യോഗയിലും കുറച്ചു നേരം നമ്മൾ അഭ്യസിക്കുകയും അതേപോലെ മറ്റുള്ളവർക്ക് സേവനമൊക്കെ ചെയ്തുകൊണ്ടും നമുക്ക് വീണ്ടും ഓരോ ദിവസവും വിഷുവാക്കി മാറ്റാമെന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പൊൻപുലരിയിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള മോഹനരാഗത്തിലുള്ള ഒരു കൃതി ഒന്ന് ശ്രമിച്ചു നോക്കുകയാണ്. മോഹനരാഗത്തിൽ ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, വളരെ ഗംഭീരമായിട്ടുള്ളൊരു രാഗമാണ് ഔഡവ രാഗം. 5 സ്വരങ്ങളാണ് ഇതിലുള്ളത്. രാഗം എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഓടക്കുഴലിൽ നിന്ന് ഒഴുകിയിരുന്ന രാഗമാണെന്ന് വരെ ഒരു വിശ്വാസമുണ്ട്. അത്രയും മനസ്സിനെ ഇങ്ങനെ തരളിതമാക്കുകയും അതിൽ പിടിച്ചു കുലുക്കുകയും ചെയ്യുന്ന വളരെ
മനോഹരമായിട്ടുള്ള രാഗമാണ്. അതിൽ ഊത്തുക്കാട് സോങ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഒരു ഭക്തനായിട്ടുള്ള, എനിക്ക് തോന്നുന്നു വെങ്കടാചലപതി അങ്ങനെ ആരാണത് രചിച്ചിരിക്കുന്നത്, ആ ഒരു ആൽബം പണ്ടിറങ്ങിയിരുന്നു. അതിലെ പ്രശസ്തമായിട്ടുള്ള ആ ഒരു പാട്ടിലൂടെയാണ് നമ്മളിപ്പോൾ കടക്കാൻ ഉദ്ദേശിക്കുന്നത്, ഊത്തുക്കാട് സോങ്സ്. അപ്പോൾ ആ ഊത്തുക്കാട് സോങ്സുകളിലൂടെ കടക്കുകയാണ്. സ്വാഗതം കൃഷ്ണ, സ്വാഗതം കൃഷ്ണ കൃഷ്ണ, സ്വാഗതം കൃഷ്ണ, ശരണാഗതം കൃഷ്ണ, സ്വാഗതം കൃഷ്ണ, ശരണാഗതം കൃഷ്ണ, ഇഹ സ്വാഗതം കൃഷ്ണ, ശരണാഗതം കൃഷ്ണ. മധുരാപുരി സദന മൃദുവദന മധുസൂദന, ഇഹ സ്വാഗതം കൃഷ്ണ, ശരണാഗതം കൃഷ്ണ. മധുരാപുരി സദന മൃദുവദന മധുസൂദന, ഇഹ സ്വാഗതം കൃഷ്ണ, ശരണാഗതം കൃഷ്ണ. മധുരാപുരി സദന മൃദുവദന മധുസൂദന, ഇഹ സ്വാഗതം കൃഷ്ണ, ശരണാഗതം കൃഷ്ണ. മൃദുവദന മധുസൂദന, ഇഹ സ്വാഗതം കൃഷ്ണ, ശരണാഗതം കൃഷ്ണ. സ്വാഗതം കൃഷ്ണ. My blessings are all there with you all, and continue doing this with your family and friends. Om Shanti. ഭോഗദാത്ത സുലഭ സുപുഷ്പഗന്ധ കളഭ, ഭോഗദാത്ത സുലഭ സുപുഷ്പഗന്ധ കളഭ, ഭോഗദാത്ത സുലഭ സുപുഷ്പഗന്ധ കളഭ, ഭോഗദാത്ത സുലഭ സുപുഷ്പഗന്ധ കളഭ. കസ്തൂരി തിലക മഹിപാമമ കാന്തനന്ത ഗോപഗന്ധ, സ്വാഗതം കൃഷ്ണ. ഭോഗദാത്ത സുലഭ സുപുഷ്പഗന്ധ കളഭ, കസ്തൂരി തിലക മഹിപാമമ കാന്തനന്ത ഗോപഗന്ധ, സ്വാഗതം കൃഷ്ണ, ശരണാഗതം കൃഷ്ണ. സ്വാഗതം കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. മുഷ്ടികാസൂര ചാണൂരമല്ല മല്ല വിശാരദ മധുസൂദന, മുഷ്ടികാസൂര ചാണൂരമല്ല മല്ല വിശാരദ മധുസൂദന, മുഷ്ടികാസൂര ചാണൂരമല്ല മല്ല വിശാരദ കുവലയ പീഠ മർദ്ദന കാളിയ നർത്തന ഗോകുല രക്ഷണ സകല സുലക്ഷണ ദേവ, മർദ്ദന കാളിയ നർത്തന ഗോകുല രക്ഷണ സകല സുലക്ഷണ ദേവ. ശിഷ്ട ജനപാല സങ്കൽപ കൽപ കൽപ ശതകോടി അസമവരാഭം, ശിഷ്ട ജനപാല സങ്കൽപ കൽപ കൽപ ശതകോടി അസമവരാധവ. ധീരമുനി ജന വിഹാര മദന സുകുമാര ദൈത്യ സംഹാര ദേവ, ധീരമുനി ജന വിഹാര മദന സുകുമാര ദൈത്യ സംഹാര ദേവ. മധുര മധുര രതി സാഹസ സാഹസ വ്രജ യുവതീ ജനമാനസ പൂജിത, മധുര മധുര രതി സാഹസ സാഹസ വ്രജ യുവതീ ജനമാനസ പൂജിത. സാദപ ഗരി പഗരി സദസ സരിഗ പദ സദപ ഗരി പഗരി സദസ സസരി രിഗ പദ സസ തപ ഗരി പഗരി സദസ സരിഗ രിഗ പഗ പദ സ ദപ ഗരി പഗരി സദസ തത്തി തഗ്ജുദം തിത്തഗ്ജുദം തഗ്ജുദം സ തപ ഗരി പഗരി സദസ. തഗദരി കുകുന്ദന കിട തഗധീം, തഗദരി കുകുന്ദന കിട തഗധീം, തഗദരി കുകുന്ദന കിട തഗധീം,
തകതരി ഗുകുന്ദണ കിട തകധീം 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 സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ ഇഹ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ മധുരാമുനി സദനാ മധുവദനാ മധുസൂദനാ ഇഹ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ സ്വാഗതം കൃഷ്ണ ഹരേ കൃഷ്ണ. വീണ്ടും വീണ്ടും എല്ലാവർക്കും ഒരു മനോഹരമായ വിഷു ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. ജയ ഗുരുദേവ.